ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലെബക് ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ആദ്യത്തെ സെക്ഷനാണ്. ആദ്യമായി നമ്മൾ എന്താണ് റെയ്മാൻ ഇൻ്റഗ്രൽ എന്ന് നോക്കാം. റെയ്മാൻ ഇൻ്റഗ്രൽ എന്നുള്ള ആശയം നമ്മൾ ഡിഗ്രിയിലും അതുപോലെ തന്നെ ആദ്യ സെമസ്റ്ററിലും പഠിച്ചിട്ടുള്ളതാണ്. ലെറ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബി ഗിവൺ ഇൻ്റർവൽ ആൻഡ് p equal to set x0, x1, x2, etc. xn be a partition of closed interval a comma b where a equal to x0 less than x1 less than x2 less than etc. less than xn equal to b. We write delta xi equal to xi minus 1 where i equal to 1, 2, 3 etc. up to n. നമുക്കറിയാം, ഒരു ഇൻ്റർവൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എടുത്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബി ആണ്. റെയ്മാൻ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബിക്ക് മുകളിൽ ഒരു പാർട്ടീഷൻ ആവശ്യമുണ്ട്. പാർട്ടീഷൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് പോയിൻറ്റ്സ് ആയിരിക്കും. അതിലെ ആദ്യ പോയിൻ്റ് x0 എന്ന് പറയുന്ന ആദ്യ പോയിൻ്റ് ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ് ആയിട്ടുള്ള എയും റൈറ്റ് ഹാൻഡ് പോയിൻ്റ് ആയിട്ടുള്ള ബി എന്ന് പറയുന്നത് പാർട്ടീഷനിലെ xn എന്ന് പറയുന്ന പോയിൻറ്റുമായിരിക്കും. കൂടാതെ ഈ പോയിന്റുകൾ x0 ലെസ് ദാൻ x1 ലെസ് ദാൻ x2 ലെസ് ദാൻ എക്സെട്ര xn എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. ഇത്തരം പാർട്ടീഷൻ പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബിയെ ഇവിടെ നമ്മൾ n സബ് ഇൻ്റർവലുകളായി ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഓരോ സബ് ഇൻ്റർവലിൻ്റെയും ലെങ്ത് ആണ് ഡെൽറ്റ xi. ഡെൽറ്റ xi ഈസ് ആക്ച്വലി xi മൈനസ് xi മൈനസ് 1. This is for all I is equal to 1, 2, 3 etc. up to n. Suppose f is a bounded real function defined on closed interval a comma b. ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് റിയൽ ഫംഗ്ഷൻ എടുത്തിരിക്കുന്നു f എന്ന് പറഞ്ഞ് ഡൊമൈൻ നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബി ആണ്. ആൻഡ് പുട്ട് ക്യാപിറ്റൽ mi is equal to supremum f of x where xi minus 1 less than or equal to x less than or equal to xi for all I equal to 1, 2, 3 etc. up to n, and small mi equal to infimum of f of x where xi minus 1 less than or equal to x less than or equal to xi where I equal to 1, 2, 3 etc. up to n. അതായത് ഓരോ സബ് ഇൻ്റർവലിലെയും എഫ് ഓഫ് എക്സിൻ്റെ സുപ്രീം വാല്യൂവും ഇൻഫിമം വാല്യൂവും കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ mi എന്നും സ്മോൾ mi എന്നും പറഞ്ഞ് നമ്മൾ എടുക്കുന്നു. ദെൻ വി ക്യാൻ കാൽക്കുലേറ്റ് അവർ അപ്പർ സം UPF, upper sum of the function f corresponding to the given partition p, അതാണ് UPF equal to sigma I equal to 1 to n mi into delta xi. ഇവിടെ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ mi ആണ്. ദാറ്റ് ഈസ് ദ സുപ്രീമം ഓഫ് f of x. ആൻഡ് LPF equal to sigma I equal to 1 to n small mi into delta xi. അതായത് ഇൻഫിമം ഓരോ സബ് ഇൻ്റർവെല്ലുകളുടെയും ഇൻഫിമത്തിനെ അതിൻ്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോവർ സമ്മും കിട്ടുന്നു. ദെൻ വി ഡിഫൈൻ ഇൻഫിമം ഓഫ് UPF ദാറ്റ് ഇസ് ഈക്വൽ ടു എ ലോവർ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ബി അപ്പർ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് നമ്മൾ അപ്പർ റെയ്മാൻ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത് ഇൻഫിമം ഓഫ് UPF എന്നാണ്. നമുക്ക് ഒരു തന്നിരിക്കുന്ന ഡൊമൈൻ ആയിട്ടുള്ള ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബിക്ക് മുകളിൽ ഏതെല്ലാം രീതിയിൽ പാർട്ടീഷൻ എടുക്കാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം പാർട്ടീഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ അപ്പർ സമ്മുകൾ കണ്ടുപിടിക്കുന്നു. ഇത്തരത്തിലുള്ള അപ്പർ സമ്മുകളുടെ ഇൻഫിമത്തിനെയാണ് നമ്മൾ അപ്പർ ഇൻ്റഗ്രൽ, അതായത് ഇൻ്റഗ്രൽ എ ബി അപ്പർ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സിമിലർലി സുപ്രീമം ഓഫ് യുവർ ലോവർ സം സുപ്രീമം ഓഫ് LPF ദാറ്റ് ഇസ് ഈക്വൽ ടു lower integral, that is integral a lower b f of x dx is known as lower Riemann integral. If the upper and lower Riemann integrals are equal, we say that f is Riemann integrable over closed interval a comma b. നമുക്ക് അപ്പർ റൈമാൻ ഇൻ്റഗ്രലും ലോവർ റൈമാൻ ഇൻ്റഗ്രലും ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ഫംഗ്ഷൻ എഫ് റൈമാൻ ഇൻ്റഗ്രബിൾ ഓവർ the domain closed interval a comma b എന്ന്. We can denote which is as f belongs to R simply, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ f belongs to R of closed interval a comma b എന്നും എഴുതാറുണ്ട്.
and the common value, the common upper integralum lower integralum equal ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു common integral value ഉണ്ടായിരിക്കും. That common integral value can be denoted as integral a to b f of x dx. ഇനി മറ്റൊരു ഡെഫിനേഷൻ ആണ് a real valued function psi defined on closed interval a comma b is called a step function provided there is a partition p equal to set x0, x1, x2, etc. xn of closed interval a comma b and numbers c1, c2, etc. cn such that for 1 less than or equal to I less than or equal to n, psi of x equal to ci if xi minus 1 less than x less than xi. നമുക്കറിയാം നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ, നേരത്തെ നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സിമ്പിൾ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഫംഗ്ഷനും സ്റ്റെപ്പ് ഫംഗ്ഷനും ഉള്ള ഒരു പ്രത്യേകത, രണ്ട് ഫംഗ്ഷനും ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആവുമ്പോൾ നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് c1, c2, etc. cn ആണ്. ഓരോ ciയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഇൻ്റർവെല്ലുകൾ xi മൈനസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ xi, അതായത് xi മൈനസ് 1 xi എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനകത്തായിരിക്കും ഓരോ ciയുടെയും വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ciകളുടെ വാല്യൂ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തടസ്സമില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, ഓരോ വാല്യൂവും എക്സിസ്റ്റ് ചെയ്യുന്നത് ഓരോ ചെറിയ ചെറിയ ഇൻ്റർവെല്ലുകളിലായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ സിമ്പിൾ ഫംഗ്ഷനും സ്റ്റെപ്പ് ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം ഈ അവസരത്തിൽ നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. സിമ്പിൾ ഫംഗ്ഷനിലും സ്റ്റെപ്പ് ഫംഗ്ഷനിലും നമ്മൾ മെയിൻലി പറയുന്നത് അതിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടായിരിക്കണം എന്നാണ്. പക്ഷേ സിമ്പിൾ ഫംഗ്ഷനിൽ നമുക്ക് ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഡൊമൈനിലെ ഒരു സബ്സെറ്റിലാണ്. പക്ഷേ സ്റ്റെപ്പ് ഫംഗ്ഷനിൽ നമുക്ക് ആ ഫൈനൈറ്റ് വാല്യൂവിലെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സബായിട്ടുള്ള ഒരു ഇൻ്റർവെല്ലിനകത്താണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതാണ് സിമ്പിൾ ഫംഗ്ഷനും സ്റ്റെപ്പ് ഫംഗ്ഷനും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം. അതായത് ഫൈനൈറ്റ് വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു സെറ്റ് മാത്രം, ഒരു സബ്സെറ്റ് ഓഫ് ദി ഡൊമൈൻ ആണെങ്കിൽ അതിനെ നമുക്ക് സിമ്പിൾ ഫംഗ്ഷൻ എന്നും, അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു സബ് ഇൻ്റർവെല്ലിലാണെങ്കിൽ നമുക്കതിനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നും പറയാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്, സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു സബ് ഇൻ്റർവെല്ലിലാണ്. സബ് ഇൻ്റർവെൽ ഈസ് ഓൾവേസ് എ സബ്സെറ്റ്. Therefore, a very step function is a simple function. But the converse need not be true. അതായത് എല്ലാ സിമ്പിൾ ഫംഗ്ഷൻസും സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ എല്ലാ സ്റ്റെപ്പ് ഫംഗ്ഷൻസും സിമ്പിൾ ഫംഗ്ഷൻസ് ആയിരിക്കും. ഈ ഒരു വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. By the definition of upper and lower Riemann integrals, the step function psi is Riemann integrable. നമ്മളത് ഡിഗ്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാ സ്റ്റെപ്പ് ഫംഗ്ഷൻസും Riemann integrable ആയിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കിവിടെ വളരെ എളുപ്പത്തിൽ ആലോചിക്കാവുന്നതാണ്. അതായത് നമ്മളിവിടെ സബ് ഇൻ്റർവെല്ലുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഓരോ ഇൻ്റർവെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ചെറിയ ചെറിയ ഓരോ വാല്യൂസാണ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ആ സബ് ഇൻ്റർവെല്ലിൽ നിങ്ങളുടെ ഫംഗ്ഷൻ്റെ സുപ്രീമവും ഇൻഫിമവും എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ക്യാപിറ്റൽ എം സ്മോൾ എം സെയിം ആയിരിക്കും. അതിനാൽ തന്നെ നിങ്ങളവിടെ അപ്പർ സമ്മും ലോവർ സമ്മും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിം ആയിട്ടായിരിക്കും കിട്ടുക. അതിനാൽ തന്നെ നമുക്ക് നമ്മുടെ അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും ഈക്വൽ ആയിരിക്കും. ഹെൻസ് യുവർ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഈസ് Riemann integrable ഫോർ എനി ഡൊമൈൻ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ റിസൾട്ട് ഏതൊരു സ്റ്റെപ്പ് ഫംഗ്ഷനും Riemann integrable ആയിരിക്കുമെന്നാണ്. ഇനി മറ്റൊരു റിസൾട്ട് ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ ഓവർ ആർ ഡിഫൈൻ ചെയ്യുന്നത് f of x equal to 1 if x is rational and 0 if x is irrational. ഈ ഫംഗ്ഷൻ വിച്ച് ഈസ് നോട്ട് Riemann integrable. നമ്മളതിൻ്റെ അപ്പർ സമ്മും ലോവർ സമ്മും കണ്ടുപിടിച്ച് അപ്പർ സമ്മും ലോവർ സമ്മും എൻ്റയർലി ഡിഫറെൻ്റ് ആണെന്നും നമുക്കത് ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല എന്നും പ്രൂവ് ചെയ്യാനുള്ള എക്സാമ്പിളും നമ്മളത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂസ് എ പർട്ടിക്കുലർ എപ്സിലോൺ we cannot find that our upper integral and lower integral both are not equal. Therefore, this Dirichlet function is not Riemann integrable over R. Thank you.